Hello friends, welcome to BSM Talks, Branding, Sales and Marketing Strategies for Pharma and Healthcare. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയ ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജിയെ പറ്റിയിട്ടാണ്. എൻ്റെ കുറേ ഫാർമ ഫ്രണ്ട്സിനുമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയ കാര്യങ്ങളും പ്രൊഡക്റ്റ് ലോഞ്ച് ക്യാമ്പയിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരും ഇപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ 2025 ആണെങ്കിൽ കൂടെ പല കമ്പനികളും ഇപ്പോഴും ചെയ്യുന്നത് ഒരു 25 വർഷം മുന്നത്തെയുള്ള സ്ട്രാറ്റജീസാണ്. ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് പെന്ന്, ടീ കോസ്റ്റർ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് ഡോക്ടേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളാണ്, ഇതേപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ എന്തെങ്കിലും ബ്രാൻഡിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണോ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ എൻ്റെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സിനായിട്ടുള്ള ഡിസ്കഷൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊരു ലീഡിങ് ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ആ ഡോക്ടർ വീട്ടിൽ ഏകദേശം 100ഓളം ടീ കോസ്റ്റർ സെറ്റുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ, ഇതേപോലെയുള്ള സ്മാൾ ഗിഫ്റ്റുകളെല്ലാം അവരുടെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നു, അത് അവർക്കൊരു ബേർഡനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെയുള്ള ഗിഫ്റ്റുകൾ, ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് വാല്യൂ ഇല്ലാഞ്ഞിട്ടല്ല അവർ പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പയിനായിട്ട് ഒരു കമ്പനി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ വെൽക്കം ദാറ്റ് കമ്പനി. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഡോക്ടർ ഈസ് ഗോയിങ് ടു റിമെമ്പർ യുവർ ബ്രാൻഡ്. ഇതാണ് നമുക്ക് ബ്രാൻഡ് ബിൽഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ മൺസൂൺ സീസൺ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, മലേറിയ, ടൈഫോയിഡ് ഇതേപോലെയുള്ള അസുഖങ്ങൾ ഇഷ്ടം പോലെ കാണാം. അതേപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് 3-4 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് അമീബിയ റിലേറ്റഡ് ആയിട്ടുള്ള മസ്തിഷ്ക ജ്വരം. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസിനും ഇതിൻ്റെ സിംറ്റംസിനെ പറ്റിയിട്ട് അറിയുന്നില്ല. വൈ കാണ്ട് യു തിങ്ക് അബൌട്ട് എ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ? ഡെഫിനറ്റ് ആയിട്ടും ഡോക്ടേഴ്സ് വിൽ അപ്രീഷിയേറ്റ് ആസ് എ കമ്പനി. പിന്നെ അതേപോലെ നമുക്ക് ഓറൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം വിത്ത് ഡെൻറ്റിസ്റ്റ് നമുക്ക് കാണാം. അതേപോലെ നമ്മൾ കുറേ ഡയബറ്റോളജിസ്റ്റ് ഉണ്ട് ഡയബറ്റിക് പ്രാക്ടീസിൽ. അപ്പോൾ പല പേഷ്യൻസും ആംപ്യൂട്ടേഷനിലേക്ക് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആംപ്യൂട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെ ഒരു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ വഴി നമുക്ക് എന്തൊക്കെ വർക്കുകൾ ചെയ്യാൻ സാധിക്കും? ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ് ഇതേപോലെയുള്ള വർക്കുകളെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഡോക്ടേഴ്സ് നമുക്ക് ഇതേപോലെയുള്ള ഫോട്ടോ ഫ്രെയിംസിനെ എല്ലാം ഓർക്കുക, ഇതേപോലെയുള്ള ക്യാമ്പയിൻസ് ആണ് എല്ലായ്പ്പോഴും റെക്കഗ്നൈസ് ചെയ്യുക ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജി ആണെന്നുള്ള രീതിയിൽ. പലപ്പോഴും നമ്മൾ സിമ്പിൾ കോമൺ എന്ന് വിചാരിക്കുന്ന സ്ട്രാറ്റജീസ് ആയിരിക്കാം നമ്മൾ പലപ്പോഴും എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ BSM ടോക്സ് എന്ന് പറയുന്ന ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെയുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റിലോ എൻ്റെ കോൺടാക്ട് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക് ടുഗദർ. അടുത്തൊരു ബ്രാൻഡിങ് വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും കാണാം. താങ്ക് യു.